ഈ ഡാറ്റാ സയൻസ് എന്ന ഒരു വാക്ക് കേൾക്കാത്ത ആരും തന്നെ ഈ ടെക് ലോകത്തുണ്ടാവില്ല. അത്രയധികം പ്രചാരം നേടിയിരിക്കുന്ന ഒരു പദമായി ഡാറ്റാ സയൻസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എസ്പെഷ്യലി ആഫ്റ്റർ ദ അഡ്വൻറ്റ് ഓഫ് ചാറ്റ് GPT. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഡാറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നൊക്കെയുള്ള പദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ദിസ് ഈസ് സംതിങ് ഫ്യൂച്ചറിസ്റ്റിക് എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. സോ ഈ ഡാറ്റാ സയൻസ് ഫീൽഡിലേക്ക് എല്ലാവർക്കും കടക്കണമെന്നുള്ള ആഗ്രഹമുണ്ടാകും. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഡാറ്റാ സയൻസ് എന്ന് ചോദിച്ചാൽ, ഡാറ്റാ സയൻസ് ഇസ് എ മിക്സ്ചർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് ബിസിനസ് ഇൻ്റലിജൻസ്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ഗണിതം, മാത്തമാറ്റിക്സിൻ്റെയും ബിസിനസ് ഇൻ്റലിജൻസിൻ്റെയും ഒരു ആകെ തുകയാണ് ഡാറ്റാ സയൻസ് എന്നുള്ളത്. അപ്പോൾ ഈ ഡാറ്റാ സയൻസ് ഫീൽഡിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ആർക്കും സാധിക്കും. +2 കഴിഞ്ഞ് നിൽക്കുന്ന ആളാണെങ്കിലും പറ്റും, ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ആളാണെങ്കിലും പറ്റും, ഈ IT ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാതെ നിൽക്കുന്ന ആളാണെങ്കിലും പറ്റും. ബട്ട് വാട്ട് യു ഹാവ് ടു ഡു ഈസ്, നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ഒരു കോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നം ചിതറിപ്പോകാതെ, മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഓൾസോ ബിക്കം എ ഡാറ്റാ സയൻറ്റിസ്റ്റ് വിത്തിൻ 6 months. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്, നിങ്ങളുടെ കയ്യിൽ വളരെ ചെറിയ പൈസ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ പൈസ ഉപയോഗിച്ച് പ്രൊഫഷണലായിട്ടുള്ള ഒരു കോഴ്സ് എങ്ങനെ പർച്ചേസ് ചെയ്ത് പഠിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഡാറ്റാ സയൻസ് മലയാളത്തിൽ പഠിപ്പിച്ചു തരുന്ന ഒരു വീഡിയോ സീരീസിന് നമ്മൾ ഏതായാലും തുടക്കം കുറിച്ചിട്ടുണ്ട്. ആസ് എ ഗെറ്റ് ടൈം ഐ വിൽ കണ്ടിന്യൂ ടു ഡു ദാറ്റ്. പക്ഷേ ആസ് ഓഫ് നൗ, നിലവിൽ നമ്മൾ ഏതായാലും ഈ വീഡിയോ ഒക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും 2-3 months ആകും. അപ്പം മലയാളം വേണ്ട, എനിക്ക് ഇംഗ്ലീഷ് ആണെങ്കിലും മതി, ഐ വാണ്ട് ടു ലേൺ എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ദർ ആർ ലോട്ട്സ് ഓഫ് വീഡിയോസ് ഔട്ട് ദെയർ ഓൺ യൂട്യൂബിൽ ഒട്ടേറെ വീഡിയോസ് ഉണ്ട്. ഡാറ്റാ സയൻസിനെ കുറിച്ചുള്ള ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്. പക്ഷേ അത് എല്ലായിടത്തും ഇങ്ങനെ ചിന്നിച്ചെതറി കിടക്കുന്ന ഒരു രീതിക്കാണ് അത് കിടക്കുന്നത്. ദിസ് വീഡിയോസ് ആർ നോട്ട് സ്ട്രക്ചേർഡ് മോസ്റ്റ് ഓഫ് ദ കേസസ്. യു ഹാവ് ടു റെഫർ ടു വൺ ചാനൽ. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ചാനൽ, വേറൊരു കാര്യത്തിന് വേണ്ടി വേറൊരു ചാനൽ, അങ്ങനെ റെഫർ ചെയ്യേണ്ടി വരും. പല ചാനലുകളിലായിട്ട് റെഫർ ചെയ്യേണ്ടി വരും. ചിലപ്പം പ്രാക്ടിക്കൽ എക്സ്പോഷർ തരുന്ന ചാനലുകൾ കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള പക്ഷം വി ഹാവ് ടു ഗോ ഫോർ പെയ്ഡ് കോഴ്സസ് അല്ലേ. അപ്പം പൈസ കൊടുത്ത് നമ്മൾ ഡാറ്റാ സയൻസ് പഠിക്കുമ്പം മെനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ ചാർജ് ചെയ്യുന്നത് ഡാറ്റാ സയൻസ് കോഴ്സിന്, ഒരു 6 month കോഴ്സിനൊക്കെ ചാർജ് ചെയ്യുന്നത് എനിവെയർ ബിറ്റ്വീൻ 70,000 rupees to 1 lakh rupees, ഈവൻ ബിയോണ്ട് ദാറ്റാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അത്രയും പൈസ മുടക്കാനില്ലെങ്കിൽ, ചെറിയ പൈസ ഉള്ളൂ എങ്കിൽ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ലേണിങ്ങിലൂടെ ഡാറ്റാ സയൻസ് സ്കിൽസ് എല്ലാം അക്വയർ ചെയ്യണമെങ്കിൽ ദ ബെസ്റ്റ് വേ ഈസ് ടു ഗ്രാബ് എ കോഴ്സ് ഫ്രം സൈറ്റ്സ് ലൈക്ക് ഉഡമി. അപ്പോൾ ഉഡമി പോലത്തെ വെബ്സൈറ്റ്സിൽ നിന്ന് നിങ്ങൾ കോഴ്സസ് പർച്ചേസ് ചെയ്യുമ്പം ഇവിടെ ഒരു പ്രീ റിക്വസിറ്റ് എന്താണെന്ന് വെച്ചാൽ, യു ഷുഡ് ബി ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിൽ കുറച്ചെങ്കിലും മനസ്സിലാകുന്ന രീതിയിൽ, അവർ സംസാരിക്കുന്നത് മനസ്സിലാകാനുള്ള പ്രാവീണ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ കോഴ്സസ് വളരെ നല്ലതാണ്. വളരെ മികച്ച കോഴ്സസ് ഉഡമിയിലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു കോഴ്സാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. A to Z ഡാറ്റാ സയൻസിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രതിപാദിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കോഴ്സാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഈ കോഴ്സ്. അപ്പോൾ നമുക്ക് സ്ക്രീനിലേക്ക് കടക്കാം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കോഴ്സ് എന്നുള്ളത് ദ ഡാറ്റാ സയൻസ് കോഴ്സ്, കംപ്ലീറ്റ് ഡാറ്റാ സയൻസ് ബൂട്ട് ക്യാമ്പ് 2024 എന്നുള്ളതാണ്. ഈ കോഴ്സിൻ്റെ ഇന്നത്തെ വില നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ഒറിജിനൽ വില എന്നുള്ളത് 3,200 rupees ആണ്. പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ഇതിൻ്റെ വില 499 രൂപയാണ്. അപ്പോൾ ഈ ഓഫേഴ്സൊക്കെ മാറിയും മറിഞ്ഞുമൊക്കെ വരും. ഈ കോഴ്സ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കോഴ്സിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ. നമ്മൾ ഈ ടെക് ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്നുള്ളത് വളരെ ബേസിക്കായിട്ട്, ഫണ്ടമെൻ്റലായിട്ട് വേണ്ട ഒരു സ്കിൽ സെറ്റ് തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ സെറ്റ് എന്നുള്ളത് ഒരു ഡാറ്റാ സയൻസ് എന്നുള്ള ജോബിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. സോ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് ജസ്റ്റ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ടേക്ക് ഈവൻ 1,000 rupees അല്ലേ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ഉഡമിയിൽ അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ട് എടുത്തതിന് ശേഷം പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ആപ്പ് ഉണ്ട് ഉഡമിയുടെ. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ അക്കൗണ്ട് എടുത്തതിന് ശേഷം ഈ ഒരു ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് ഓഫർ. ഡയറക്റ്റ് ലിങ്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു കോഴ്സിലേക്കുള്ളത്. അപ്പോൾ ഈ കോഴ്സ് ഇന്നത്തെ വില ഇതാണ്. സോ എനിവേ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഗോ ബിയോണ്ട് 1,000 rupees. ഇറ്റ് വിൽ ഓൾവേസ് റിമെയിൻ അറ്റ് അറൗണ്ട് ബിലോ 1,000 rupees എന്നുള്ള രീതിക്കാണ് ഇതിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ കോഴ്സ്
കഴിഞ്ഞ വർഷം തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 2022 നവംബർ 25 തന്നെ പർച്ചേസ് ചെയ്ത ഒരു കോഴ്സാണ്. ഈ കോഴ്സിൽ എന്താണ് ഉള്ളതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാൻ പറ്റും. ഈ കോഴ്സിൽ ഒരു ഡേറ്റാ സയൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഡേറ്റാ സയൻസ് പഠിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണം. പൈത്തോൺ പോലത്തെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണം, ഒന്നെങ്കിൽ ആർ അല്ലെങ്കിൽ പൈത്തോൺ. പിന്നെ മെഷീൻ ലേണിംഗ് കൺസെപ്റ്റ്സ് അറിയണം, സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ്സ് അറിയണം, പിന്നെ ബിസിനസ് ഇൻ്റലിജൻസ് BI ടൂൾസിനെ കുറിച്ചുള്ള അവഗാഹം ഉണ്ടാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ A to Z എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് എന്താണ് ഉള്ളത്? 31 മണിക്കൂറിൻ്റെ ഓൺ ഡിമാൻഡ് വീഡിയോസ് ഉണ്ട്, 138 കോഡിംഗ് എക്സസൈസസ് ഉണ്ട്, 93 ആർട്ടിക്കിൾസ്, 539 ഡൗൺലോഡബിൾ റിസോഴ്സസ് ഉണ്ട്. മൊബൈലിലും TV-യിലും നിങ്ങൾക്ക് കാണാം. പിന്നെ ഒരു തവണ നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ഫുൾ ടൈം ലൈഫ് ആക്സസ്, വിച്ച് മീൻസ് ഇതിനൊരു എക്സ്പയറി ഡേറ്റ് ഒന്നുമില്ല, ലൈഫ് ടൈം ആക്സസ് കിട്ടും. ആൻഡ് അഗൈൻ എൻഡ് ഓഫ് ദിസ് കോഴ്സ് യു വിൽ ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും, വിച്ച് യു ക്യാൻ ഷെയർ ഓൺ ലിങ്ക്ഡിൻ നിങ്ങളുടെ റെസ്യൂമിലൊക്കെ വയ്ക്കാം. സോ ഇറ്റ് വിൽ ആഡ് സം ബെനഫിറ്റ് ആക്ച്വലി. അപ്പോൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ചാനലും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ബിക്കം ഡാറ്റാ സയൻറ്റിസ്റ്റ് വിത്തിൻ എ സ്പാൻ ഓഫ് 6 months. ഇനി ഈ കോഴ്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം. ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്ത് ഒരുവിധം കംപ്ലീറ്റ് ചെയ്ത കോഴ്സാണ്. ഇപ്പോൾ ഗോ ടു കോഴ്സ് പോയി കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഉള്ളത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കോഴ്സ് കണ്ടൻറ്റ് ഈ റൈറ്റ് സൈഡിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ദേ ആർ സ്റ്റാർട്ടിങ് ദിസ് കോഴ്സ് വിത്ത് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്താണ് ഡേറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓവർവ്യൂ തന്നുകൊണ്ടാണ് ഇവർ തുടങ്ങുന്നത്. ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് 2 ട്യൂട്ടേഴ്സാണ്. അപ്പോൾ 2 ട്യൂട്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഇൻഡസ്ട്രി എക്സ്പെർട്സ് ആണ്. ഇൻഡസ്ട്രിയിൽ കുറേയധികം പ്രൊജക്ട്സ് ഒക്കെ ചെയ്ത് വർഷങ്ങളുടെ പരിചയസമ്പന്നതയുള്ള ആളുകളാണ്. ഈ 2 പേരാണ് ഈ ഒരു കോഴ്സ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ സെക്കൻഡ് സെക്ഷനിൽ ദ ഫീൽഡ് ഓഫ് ഡാറ്റാ സയൻസ്, ദ വേരിയസ് ഡാറ്റാ സയൻസ്, ഇത് ഡാറ്റാ സയൻസിൻ്റെ ഫീൽഡിനകത്തുള്ളത് എന്താണ്, അതിൻ്റെ വേരിയസ് ഡാറ്റാ സയൻസ് ഡിസിപ്ലിൻസ്, ഡാറ്റാ സയൻസിൻ്റെ അകത്ത് ഡാറ്റ എഞ്ചിനീയർ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഡാറ്റ അനാലിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ബ്രീഫായിട്ടുള്ള ഐഡിയയാണ് ഈ ഒരു ഭാഗത്ത് തരുന്നത്. പിന്നെ അടുത്ത സെക്ഷനിൽ കണക്റ്റിംഗ് ദ ഡാറ്റാ സയൻസ് ഡിസിപ്ലിൻസ്, ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്, അപ്ലൈങ് ട്രഡീഷണൽ ഡാറ്റ, ബിഗ് ഡാറ്റ, BI ട്രഡീഷണൽ ഡാറ്റാ സയൻസ്, നമ്മൾ ഇതൊക്കെ തമ്മിലുള്ള ബന്ധം എന്നാണ്, ഇതൊക്കെ തമ്മിൽ എങ്ങനെയാണ് ഒരു കണക്ഷൻ വരുന്നത് എന്നുള്ളത് അവർ അവിടെ സംവദിക്കുന്നു. ഫോർത്ത് സെക്ഷനിൽ എന്താണ്, ദ ഫീൽഡ് ഓഫ് ഡാറ്റാ സയൻസ്, ദ ബെനിഫിറ്റ്സ് ഓഫ് ഈച്ച് ഡിസിപ്ലിൻ, ഇതെല്ലാം ഒരു ഇൻട്രൊഡക്ടറി ഭാഗമാണ്. അപ്പോൾ ഓരോ ഡാറ്റാ സയൻസിലുള്ള ഓരോ ഡിസിപ്ലിൻ്റെയും ബെനഫിറ്റ്സ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് ഡാറ്റാ സയൻസിൻ്റെ ആക്ച്വൽ ടെക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ദേ ആർ മേക്കിംഗ് യു അവെയർ ഓഫ് വാട്ട് ടു എക്സ്പെക്റ്റ് ഔട്ട് ഓഫ് ദ വേൾഡ് ഓഫ് ഡാറ്റാ സയൻസ്. അതാണ് ഇവരിവിടെ ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 5ാമത്തെ സെക്ഷനിൽ ദ ഫീൽഡ് ഓഫ് ഡാറ്റാ സയൻസ്, പോപ്പുലർ ഡാറ്റാ സയൻസ് നമുക്ക് നോക്കാം, ടെക്നിക്സ്. ഓക്കെ. അപ്പോൾ ഡാറ്റാ സയൻസിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഏതൊക്കെയാണ്, വർക്കിംഗ് വിത്ത് ട്രഡീഷണൽ ഡാറ്റ എന്നാൽ എന്താണ്, ബിഗ് ഡാറ്റ എന്നാൽ എന്താണ്, എങ്ങനെ നമുക്ക് ബിഗ് ഡാറ്റ ഉപയോഗിക്കാം, റിയൽ ലൈഫ് എക്സാമ്പിൾസ്, ബിഗ് ഡാറ്റ ഉപയോഗിച്ചുള്ള റിയൽ ലൈഫ് എക്സാമ്പിൾസ്, ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾസ്. അപ്പോൾ ഇവിടെ നമുക്ക് പവർ BI, ടാബ്ലൂ പോലത്തെ ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾസ് ഉപയോഗിക്കാനുള്ള ടെക്നിക്സ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു ഭാഗത്ത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അഗൈൻ മെഷീൻ ലേണിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനും ഈ ഒരു ഭാഗത്ത് നമുക്ക് ലഭിക്കും. എന്തൊക്കെയാണ് മെഷീൻ ലേണിംഗ് ടെക്നിക്സ്, ആക്ച്വലി എന്താണ് മെഷീൻ ലേണിംഗ് തുടങ്ങിയ കാര്യങ്ങൾ തുടങ്ങും. മെഷീൻ ലേണിങ്ങിൻ്റെ ട്രഡീഷണൽ അപ്രോച്ചസ്, ട്രഡീഷണൽ മെത്തേഡ്സ് ഒക്കെ ഇവിടെ ടീച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 6ാമത്തെ സെക്ഷനിൽ അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ആക്ച്വലി നമ്മൾ ഈ ടെക്കിലേക്ക് കടക്കുന്നത്. ഈ ഡാറ്റാ സയൻസ് പഠിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ടൂൾസ് ഏതൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആൻഡ് ഇൻ സെക്ഷൻ 7 ദ ഫീൽഡ് ഓഫ് ഡാറ്റാ സയൻസ്, കരിയർ ഇൻ ഡാറ്റാ സയൻസ്. ഓക്കെ, ഇതും ഒരു കൈൻഡ് ഓഫ് ഇൻട്രൊഡക്ടറി സെക്ഷൻ തന്നെയാണ്. ഇത് കരിയർ, നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ, ഡാറ്റാ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ എങ്ങനെയായിരിക്കും, എന്തൊക്കെ തരത്തിലുള്ള ജോബ് കിട്ടും തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. 8ാമത്തെ സെക്ഷൻ ദ ഫീൽഡ് ഓഫ് ഡാറ്റാ സയൻസ്, ഡീബങ്കിങ് കോമൺ മിസ്കൺസെപ്ഷൻ. ഇറ്റ് ഈസ് അഗെയിൻ എ ഇൻട്രൊഡക്ടറി തിങ്. അപ്പോൾ ഡാറ്റാ സയൻസിൽ ചില മിത്സ് ഉണ്ട്, അപ്പോൾ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്, അതൊക്കെ ഡീബങ്ക് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. 9ാമത്തെ സെക്ഷനിൽ ഓക്കെ ഇവിടെ നമുക്ക് പറയാൻ പറ്റും. 9ാമത്തെ സെക്ഷൻ വരുമ്പോഴാണ് ഒരുവിധം ശരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു കോർ കൺസെപ്റ്റ്സിലേക്ക് കടക്കുന്നത്. പ്രോബിലിറ്റിയുടെ പാട്ടാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ പ്രോബിലിറ്റിയുടെ പാട്ട് ഇവിടെയും സെക്ഷൻ 10ലും സെക്ഷൻ 11ലും പ്രോബിലിറ്റി ഇതിൻ്റെ ബയേഷ്യൻ ഇൻഫറൻസ് എന്ന് പറയുന്ന പ്രോബിലിറ്റിയുടെ ഒരു ഇതാണ്, കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ്, ബേസ് തിയറം എന്നൊക്കെ പറയും.
അപ്പോൾ അതൊക്കെ സെക്ഷൻ 11 പഠിപ്പിക്കുന്നുണ്ട്. സോ അത് എല്ലാം അതായത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിലെ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന ഇംഗ്ലീഷാണ്. നിങ്ങൾ ഒത്തിരി പേടിക്കൊന്നും വേണ്ട. ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷാണ്. ആ ബേസിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അത് മനസ്സിലാക്കാൻ നമുക്ക് ആവശ്യമായി വരുന്ന ചില അടിസ്ഥാനപരമായിട്ടുള്ള കൺസെപ്റ്റ്സ് ഒക്കെ പഠിപ്പിച്ചിട്ട് പിന്നീട് ബേസ് ലോയിലേക്ക് നമ്മൾ വരികയാണ് അവർ. പിന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ നമ്പർ 12. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഓൾ ദീസ് കംസ് അണ്ടർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ടാണ്. അപ്പം പ്രോബിലിറ്റി ഇൻ അതർ ഫീൽഡ്സ്, അപ്പം പൊതുവേ പ്രോബിലിറ്റി ഫിനാൻസിൽ എങ്ങനെയാണ്, സ്റ്റാറ്റിസ്റ്റിക്സിൽ, ഡാറ്റാ സയൻസിലൊക്കെ എങ്ങനെയാണ് പ്രോബിലിറ്റി യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ 14 കിട്ടുന്നു. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ 2 തരം സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും. അപ്പം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് മോഡ്, മീൻ, മീഡിയൻ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാണ്ട് ഈ ഒരു ഭാഗത്ത് സെക്ഷൻ 15 പഠിപ്പിച്ചു വരുന്നു. ഇതാണ്ട് കോവേരിയൻസ്, ഇങ്ങനെ കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എക്സസൈസസും ഉണ്ട്. അപ്പോൾ എക്സസൈസ് നമുക്ക് ചെയ്യാം, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടും. അഗൈൻ ദേ ഹാവ് എ കമ്മ്യൂണിറ്റി ഓൺ ഡിസ്കോർഡ് ആൻഡ് മെനി അതർ പ്ലേസസ് വെർ യു വിൽ ഗെറ്റ് ടു മീറ്റ് people that are actually learning this course from around the world. 16th സെക്ഷനിൽ പ്രാക്ടിക്കൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ തന്നെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസിലേക്ക് പോവുകയാണ്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് സെക്ഷൻ 17 വരുന്നത്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മെഷീൻ ലേണിങ്ങിൻ്റെയും ഡാറ്റാ സയൻസിൻ്റെ തന്നെ ഒരു വളരെ തൂണെന്ന് പറയാം, ഒരു നെടുന്തൂണെന്ന് പറയാം. അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റാണ്, മാത്തമാറ്റിക്കൽ കൺസെപ്റ്റാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത്. വി വിൽ ബി പ്രഡിക്റ്റിംഗ് the values based on the past values. So that is what we do. നമ്മുടെ കയ്യിൽ ഡേറ്റ ഉണ്ട്. ഫ്രം ദാറ്റ് ഡേറ്റ നമ്മൾ ആ ഡേറ്റനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതോട് നിർത്താതെ വി ആർ ഓൾസോ പ്രഡിക്റ്റിംഗ് സം സർട്ടൺ വാല്യൂസ്. ഐദർ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫിക്കേഷൻ ഓർ ഇറ്റ് ക്യാൻ ബി റിഗ്രഷൻ. അപ്പോൾ നമ്മൾ വാല്യൂ പ്രിഡിക്റ്റ് ചെയ്യുന്നു, ഫ്യൂച്ചറിനെ പ്രിഡിക്റ്റ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡേറ്റ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാർട്ടാണ് 17. അഗെയിൻ inferential statistics continues in section 18 and in section 19 വരുമ്പം ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വി ആർ പ്ലാനിങ് എ ബിഗ് യൂട്യൂബ് വീഡിയോ സീരീസ്. സെക്ഷൻ 20 സ്റ്റാറ്റിസ്റ്റിക്സ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. അപ്പം നൾ ഹൈപ്പോത്തിസിസ് എന്താണ്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്താണ്, ഇതും വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഫീച്ചർ റിലവൻസിയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വി യൂസ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. അപ്പോൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സസൈസസ് ഒക്കെ തരുന്നുണ്ട്. ഇൻ്റർവ്യൂ വളരെ മോസ്റ്റ് കോമൺ ആസ്ഡ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിലൊന്നാണ് ഈ ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും തമ്മിലുള്ള വ്യത്യാസം. ഏത് ഫീൽഡ് എടുത്താലും ഈ ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞെങ്കിൽ മാത്രമേ you can be a good data scientist. Just because you know the machine learning concepts and just because you know how to code, you will never become a data scientist. In order to become a data scientist, you should be able to think logically. അപ്പോൾ അങ്ങനെ this course actually makes you think logically. വളരെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ, ഒരു ഒരു ബിസിനസ് മൈൻഡഡ് ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് തിങ്ക് ചെയ്യാൻ, ഫ്രം ബിസിനസ് പെർസ്പെക്റ്റീവ് തിങ്ക് ചെയ്യാൻ യു ഷുഡ് ബി ഏബിൾ ടു ഡു ദാറ്റ് ആക്ച്വലി. അപ്പോൾ അതിന് നിങ്ങളെ കേപ്പബിൾ ആക്കുന്ന ഒരു കോഴ്സാണിത്. ഓക്കെ, സെക്ഷൻ 21 ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിൻ്റെ ചില പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ആണ്. 22 സെക്ഷൻ നമ്പർ 22 പൈത്തോൺ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തോണിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ സെക്ഷൻ 23 പൈത്തോണിൻ്റെ തന്നെ വേരിയബിൾസും ഡേറ്റ ടൈപ്സും. പിന്നെ 24 പൈത്തോണിൻ്റെ ബേസിക് പൈത്തോൺ സിൻടാക്സ്. ഇനി സെക്ഷൻ 25 പൈത്തോണിൻ്റെ ചില ഓപ്പറേറ്റേഴ്സ്. 26 ഇതെല്ലാം പൈത്തോൺ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. 27 പൈത്തോൺ ഫങ്ഷൻസ്. എന്താണ് സെക്ഷൻ 28 പൈത്തോണിലെ സീക്വൻസസ്. 29 ഇറ്ററേഷൻസ്. 30 അഡ്വാൻസ്ഡ് പൈത്തോൺ ടൂൾസ്. അഡ്വാൻസ്ഡ് ടൂൾസ് എന്ന് പറയുമ്പം ഇവിടെ ഊപ്സ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്ത്, പാക്കേജസ് എന്ന് പറഞ്ഞാൽ എന്ത്. ഇത് ഇവർ പഠിപ്പിക്കുമ്പം ദേ ആർ ടീച്ചിങ് ഇൻ സച്ച് എ വേ ദാറ്റ് ഈവൻ എ സ്കൂൾ ഗോയിങ് കിഡ് വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ്. നിങ്ങളിപ്പം 10th ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ ഈവൻ യു ക്യാൻ ബൈ ദിസ് കോഴ്സ് ബിക്കോസ് ഇറ്റ് ഡസൻ കോസ്റ്റ് മച്ച്. ചെറിയൊരു തുകയാണ് കമ്പാരിറ്റീവ്ലി. നമ്മുടെ ഒരു മാസം ചായ കുടിക്കുന്ന പൈസയുടെ
അത്ര പോലും വരില്ല. ഇഫ് യു സ്പെൻഡ് ദാറ്റ് മണി ഓൺ ദിസ് ഈസ് ഗോയിങ് ടു ബി എക്സ്ട്രീംലി യൂസ്ഫുൾ ഫോർ യുവർ ഫ്യൂച്ചർ. അപ്പം കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓൾ യു നീഡ് ഇസ് നിങ്ങളുടെ ആ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ലേൺ ചെയ്യണമെന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ദിസ്, യു ക്യാൻ അച്ചീവ് ദിസ്. ജോയിൻ അവർ കമ്മ്യൂണിറ്റി ആസ് വെൽ. ഡിസ്കോഡിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. പർച്ചേസ് ദിസ് കോഴ്സ്. അലോങ് വിത്ത് ദാറ്റ് നമ്മൾ മലയാളത്തിലും വീഡിയോ ചെയ്യും. ഐ എം ഓൾസോ തിങ്കിങ് അബൌട്ട് മേക്കിംഗ് എ വീഡിയോ ഓൺ ദിസ് ഉഡമി അബൌട്ട് ഡാറ്റാ സയൻസ്. ലെറ്റ് us see. ഇനി സെക്ഷൻ 31 അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്സൽ മെത്തേഡ്സ് ആണ്. ഇവിടെ റിഗ്രഷൻ അനാലിസിസ് ഒക്കെയാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത്. ഇനി സെക്ഷൻ 32 ലിനിയർ റിഗ്രഷൻ ആണ് പഠിപ്പിക്കുന്നത്. 33 അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, മൾട്ടിപ്പിൾ ലിനിയർ റിഗ്രഷൻ എന്താണെന്നുള്ളത്. ഇവിടെ R² OLS കാര്യവും ലിനിയാരിറ്റി, എൻഡോജനിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ പഠിപ്പിച്ചിരുന്നുണ്ട്. ഇവിടെയും അഡ്വാൻസ് സ്റ്റാറ്റിസ്റ്റിക്സൽ മെത്തേഡ്, ലിനിയർ റിഗ്രഷൻ വിത്ത് sklearn. sklearn എന്നുള്ള പവർഫുൾ ലൈബ്രറിയാണ്. ഇപ്പോൾ ഡാറ്റാ സയൻസ് പ്രൊജക്ട്സിന് നമ്മൾ sklearnൻ്റെ ലൈബ്രറി ഉപയോഗിച്ചിട്ടാണ് മെഷീൻ ലേണിംഗ് മോഡൽസ് എല്ലാം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ വി ഗെറ്റ് ബൈ അറ്റൻഡിങ് ദിസ് സെക്ഷൻ. ആക്ച്വലി സെക്ഷൻ 35 അഡ്വാൻസ് സ്റ്റാറ്റിസ്റ്റിക്സൽ മെത്തേഡ് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ആണ്. അതൊരു 38 മിനിറ്റിൻ്റെ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഓക്കെ ഫുൾ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ആണ് തരുന്നത്. ദേ ആർ മേക്കിംഗ് യു ഡു ദ പ്രൊജക്ട് ബൈ യുവർ സെൽഫ്. ഇനി സെക്ഷൻ 36 ലോജിസ്റ്റിക് റിഗ്രഷനാണ്. 37 ക്ലസ്റ്റർ അനാലിസിസ് വരുന്നുണ്ട്. 38 കെ മീൻസ് ക്ലസ്റ്ററിങ് എന്ന് പറയുന്നൊരു മെഷീൻ ലേണിംഗ് ആൽഗരിതം. 39 അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്സൽ മെത്തേഡ്. അപ്പോൾ അതർ ടൈപ്സ് ഡെൻഡ്രോഗ്രാം, ഹീറ്റ് മാപ്സ്, ടൈപ്സ് ഓഫ് ക്ലസ്റ്ററിങ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്. പാർട്ട് 6 ഏതാണ്ട് ഇതൊരു 51 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. മാത്തമാറ്റിക്സ്. അപ്പം മട്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീപ്പ് ലേണിങ്ങിലായിട്ട് ഈവൻ മെഷീൻ ലേണിങ്ങിൽ പോലും പല കൺസെപ്റ്റ്സിലും നമ്മൾ വി ആർ യൂസിങ് മട്രിക്സ്. അപ്പം മട്രിക്സും മറ്റു കാര്യങ്ങളും മാത്തമാറ്റിക്സിലെ മറ്റു കൺസെപ്റ്റ്സും എല്ലാം ഈ 51 മിനിറ്റിൻ്റെ പാർട്ടിൽ പഠിപ്പിച്ചിരുന്നുണ്ട്. ഇനി 41 ഇറ്റ് ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ ടു ഡീപ്പ് ലേണിംഗ് ആണ്. ഡീപ്പ് ലേണിംഗ് എന്ന് പറയുമ്പം ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്, CNN, NLP തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ന്യൂറൽ നെറ്റ്വർക്ക്സിൻ്റെയൊക്കെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. 42 സെക്ഷൻ 42. സെക്ഷൻ 43 ന്യൂറൽ നെറ്റ്വർക്ക് എങ്ങനെ, ബേസിക് ന്യൂറൽ നെറ്റ്വർക്ക് എങ്ങനെയാണ്, എന്താണ്, അതെങ്ങനെ ബിൽഡ് ചെയ്യാമെന്നുള്ള കാര്യമാണ് പഠിപ്പിച്ചിരുന്നത്. ഇനി ടെൻസർ ഫ്ലോ എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ലൈബ്രറി ഉണ്ട്. ആ ഒരു ലൈബ്രറി യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡീപ്പ് ലേണിംഗ് മോഡൽസൊക്കെ ഡിപ്ലോയ് ചെയ്യുന്നതല്ല, ഡീപ്പ് ലേണിംഗ് മോഡൽസ് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരുന്നത്. ആൻഡ് ഇവിടെയും ഡീപ്പ് ലേണർ ഡിഗിങ് ഡീപ്പർ ഇൻ ടു എൻഹാൻസ് ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഡീപ്പർ, ഇനി കൂടുതൽ മാത്തമാറ്റിക്കൽ ഡീറ്റെയിൽസിലേക്കാണ് ഇവിടെ പോകുന്നത്. ആക്ടിവേഷൻ ഫംഗ്ഷൻ, ബാക്ക് പ്രൊപ്പഗേഷൻ തുടങ്ങി അഡ്വാൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഡീപ്പ് ലേണിങ്ങിലെ ഓവർ ഫിറ്റിങ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസും മറ്റു കൺസെപ്റ്റ്സും ഒക്കെയാണ് സെക്ഷൻ 46. സെക്ഷൻ 47 ഡീപ്പ് ലേണിങ്ങിൻ്റെ ഇനിഷ്യലൈസേഷൻ ആണ്. സെക്ഷൻ 48 ഗ്രേഡിയൻ ഡിസെൻറ്റ്, ഡീപ്പ് ലേണിങ്ങിൽ ഗ്രേഡിയൻ ഡിസെൻറ്റ് എങ്ങനെ വർക്കാകും എന്നുള്ള കാര്യം. 49 പ്രീ പ്രോസസ്സിങ്, ഡീപ്പ് ലേണിംഗ് പ്രീ പ്രോസസ്സിങ്. ഓക്കെ, അതിനും നമ്മൾ ഏത് ഡാറ്റ എടുത്താലും വി ഹാവ് ടു പ്രീ പ്രോസസ്സ്, അതെങ്ങനെ പ്രീ പ്രോസസ്സ് ചെയ്യാമെന്നുള്ളത്. ഇവിടെയും ഡീപ്പ് ലേണിങ്ങിൻ്റെ കൺസെപ്റ്റ് തന്നെയാണ്. എംനിസ്റ്റ് ഡാറ്റാ സെറ്റ് ഉപയോഗിച്ച് ഇവിടെ ഒരു പ്രൊജക്റ്റ് തന്നെ ബിൽഡ് ചെയ്യുകയാണ്. ഇവിടെ കുറച്ച് ബിസിനസ് കേസ് എക്സാമ്പിൾസ്, ഡീപ്പ് ലേണിംഗ്, ഇവിടെ എല്ലാം ഡീപ്പ് ലേണിങ്ങിൻ്റെ പാർട്ടാണ് 52 മുതൽ. അപ്പം ഈ 53 മുതൽ അപ്പൻഡിക്സ് ആണ്. അപ്പോൾ ഇവിടെ അപ്പൻഡിക്സ് എന്താ തന്നിരിക്കുന്നത്, ടെൻസർ ഫ്ലോ, ഇവിടെയും ടെൻസർ ഫ്ലോ, ഇവിടെയും ടെൻസർ ഫ്ലോ, ഇവിടെ സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇത് ഡാറ്റാ സയൻസ് പ്രൊജക്റ്റുമായിട്ട് എങ്ങനെ സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ഡിപ്ലോയ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അപ്പൻഡിക്സ് ആയിട്ട് കുറച്ച് പാണ്ടാസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, നംപയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ള വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വിശദമായിട്ടുള്ള വളരെ നല്ലൊരു കോഴ്സാണിത്. നിങ്ങൾ ഇത് കാണുന്ന പോലെ ഞാൻ 2022 തന്നെ ഈ കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് ഓൾറെഡി ഇതെല്ലാം കണ്ട് കഴിഞ്ഞതാണ്. ഇപ്പോൾ എൻ്റെ പ്രോഗ്രസ് കണ്ടു കഴിഞ്ഞാൽ ഇത്രയാണ് പ്രോഗ്രസ്. ആക്ച്വലി ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ഇത് ഫുള്ളായിട്ട് ഞാൻ കണ്ടു തീർന്നിട്ടില്ല. വെനെവർ എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ചെറിയ ഡൗട്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഐ വിൽ റെഫർ ടു ദിസ് ആക്ച്വലി.
മറ്റു പല സോഴ്സസിൽ നിന്നായിട്ട് ഞാനൊരു ഫുൾ ടൈം ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നിട്ട് ഓഫ്ലൈനിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നിട്ട് ഞാനൊരു ഡാറ്റാ സയൻസ് കോഴ്സ് ചെയ്തിരുന്നു. അറ്റ് ദ ടൈം ഐ റെഫർ ടു ദിസ് കോഴ്സ് വെനെവർ ഐ ഹാഡ് ഡൗട്ട്സ്. അപ്പോൾ ഇതിൽ ആ ഒരു കോഴ്സിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള കണ്ടൻറ്റാണ് ഈ ഒരു വളരെ കുറഞ്ഞ ചിലവിൽ എനിക്ക് ഈ ഒരു കോഴ്സിൽ നിന്ന് ലഭിച്ചത്. അപ്പം ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ക്ലിക്ക് ഓൺ ദിസ് ലിങ്ക് ആൻഡ് ബൈ ദിസ് കോഴ്സ്. വേറെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഡിസ്കോഡിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക. വീഡിയോ ഇത്രയും കണ്ടതിന് നന്ദി. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻഫോ ബൈ സത്യ എന്ന് പറയുന്ന മറ്റൊരു ചാനലുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ്, ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഓൾ സോർട്ട് ഓഫ് ദോസ് സ്റ്റഫ്, feel free to subscribe to that channel as well. Thank you for watching.